രണ്ടാം തവണ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങ് ചരിത്ര സംഭവമാക്കാനൊരുങ്ങി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രധാന ലോക നേതാക്കൾക്കെല്ലാം ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. ടെക് ഭീമന്മാരും വൻ വ്യവസായികളെയും നീണ്ട നിരയുണ്ടാകും. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ ബിൽഡിംഗിലാകും ചടങ്ങ്. പരിപാടിക്കായി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സംഭാവനാ പ്രവാഹമെന്നാണ് റിപ്പോർട്ട്. ജനുവരി 20-നാണ് 47ാമത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിലെ US ക്യാപിറ്റോൾ ബിൽഡിംഗിൽ നടക്കുന്ന ചടങ്ങിൽ ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസും അധികാരമേൽക്കും. 80ഓളം ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും ടെക് ഭീമന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. പാരമ്പര്യമനുസരിച്ച് US പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ലോക നേതാക്കൾക്ക് ക്ഷണമില്ല. എന്നാൽ ഇത്തവണ അത് ലംഘിച്ച് ട്രംപ് രണ്ടാം വരവ് ഗംഭീരമാക്കാനൊരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ഇതിനോടകം തന്നെ ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ചൈനീസ് പ്രസിഡന്റിനുള്ള ക്ഷണമാണ്. ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെ ട്രംപ് വ്യക്തിപരമായാണ് ക്ഷണിച്ചിരിക്കുന്നത്. US-ഉം ബീജിംഗും മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷണത്തിന് പ്രാധാന്യമേറെയാണ്. എതിരാളികളോടും ട്രംപിന് തുറന്ന സമീപനമെന്നതിന് ഉദാഹരണമാണ് ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണമെന്ന് ട്രംപിന്റെ വക്താവ് കരോലി ലീവിറ്റ് പറഞ്ഞു. എന്നാൽ ഷീ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്നും പകരം വൈസ് പ്രസിഡന്റ് ഹാൻ ഷിങ്ങിനെയോ വിദേശകാര്യമന്ത്രി വാങ് തിയെയോ അയച്ചേക്കും. എൽ സാൽവഡോർ പ്രസിഡന്റ് നയീബ് ബുക്കലെ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി എന്നിവരും ക്ഷണപ്പട്ടികയിലുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഗോള വേദിയായിരിക്കണമെന്ന ശാഠ്യം ട്രംപിനുണ്ട്. ഞാൻ ഒരുപാട് മഹത് വ്യക്തികളെ ക്ഷണിച്ചിട്ടുണ്ട്, അവരെല്ലാം എന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുമുണ്ട്, ട്രംപ് പറഞ്ഞു. അതേസമയം കോർപ്പറേറ്റ് ലോകവും ട്രംപിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ മത്സരിക്കുകയാണ്. വ്യവസായ പ്രമുഖരുടെ വൻ സംഭാവനകളാണ് ചടങ്ങിലേക്ക് ഒഴുകുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടനുസരിച്ച് $170 മില്യൺ സംഭാവന ലഭിച്ചു കഴിഞ്ഞു. ഇത് $200 ദശലക്ഷം കടന്നേക്കുമെന്നാണ് സൂചന. ബോയിങ്, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഊബർ എന്നിവ $1 മില്യൺ വീതം സംഭാവന നൽകി. ആപ്പിൾ CEO ടിം കുക്കും OpenAI CEO സാം ആൾട്ട്മാനും $1 മില്യൺ വീതം നൽകി. 2017-ൽ ട്രംപിന്റെ ആദ്യ ടീമിൽ ലഭിച്ചത് $107 മില്യൺ ആയിരുന്നു. ആ റെക്കോർഡ് ഇത്തവണ ട്രംപ് തകർത്തു. VIP പാസ് കിട്ടാനില്ലെന്നാണ് കോർപ്പറേറ്റ് പ്രമുഖരുടെ പരാതി. സ്ഥലപരിമിതിയാണ് കാരണം. പാസ് ഇല്ലാത്തവർക്ക് US കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള സൗജന്യ ടിക്കറ്റ് ഉപയോഗിച്ച് പങ്കെടുക്കാം. $1 മില്യൺ $2 മില്യൺ നൽകിയവർക്ക് പ്രത്യേകം 6 ടിക്കറ്റുകൾ കൂടി ലഭിക്കും. തുകയുടെ വലുപ്പമനുസരിച്ച് ജനുവരി 19-ന് ട്രംപിനും ഭാര്യ മെലാനിയയ്ക്കുമൊപ്പം ഒരു ഡിന്നർ ഓഫറും വ്യവസായികൾക്കായി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.